മടക്കം. മനസ്സിന് വല്ലാത്തൊരു മരവിപ്പ്. ഇന്നൊരു സായാഹ്ന യാത്രയ്ക്കിറങ്ങി. യാത്രയ്ക്ക് അവസാനം മനസ്സിൻ്റെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കാനും ഒറ്റയ്ക്കിരിക്കാനും ഒന്ന് ബീച്ചിലെത്തണം. അതും കൂടിയായിരുന്നു ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം. ഒന്നോർത്താൽ നമ്മുടെയൊക്കെ ജീവിതം മറ്റാരുടെയോ തിരക്കഥയാൽ എഴുതപ്പെട്ടതാണ്. ആരാണീ മറ്റൊരാൾ? അതിനെ വിധിയെന്നോ ഈശ്വരനെന്നോ വിളിക്കാം. ചിന്തകൾ നിറഞ്ഞ മനസ്സും പേറി യാത്ര തുടർന്നപ്പോൾ 1000 ചോദ്യങ്ങൾ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. നേരത്തെ എഴുതപ്പെട്ട തിരക്കഥയിൽ ആദ്യാവസാനം വരെ അഭിനയിക്കുക മാത്രമാണോ നമ്മുടെ ചുമതല? ആവും അല്ലേ? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അല്ലാണ്ട് നമുക്ക് തന്നെ നമ്മുടെ ജീവിതം മാറ്റി എഴുതാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഒന്നോർത്താൽ വാവിട്ട് നിലവിളിച്ച് ഈ ഭൂമിയിൽ വരുന്നത് മുതൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ കരയിച്ച് ഭൂമിയിൽ നിന്ന് മടങ്ങുന്നത് വരെയുള്ള യാത്ര, അതിൻ്റെ സഞ്ചാരദിശ, കയറ്റങ്ങൾ, ഇറക്കങ്ങൾ എല്ലാം ദൃഢമായ മഷിയിൽ എന്നോ എഴുതപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് എൻ്റെ മനസ്സ് വല്ലാതെ മൂടിക്കെട്ടിയിരിക്കുന്നു. നാടിനെയും വേണ്ടപ്പെട്ടവരെയും പറ്റിയുള്ള ചിന്തകൾ കുറച്ച് നാളുകളായി മനസ്സിനെ അലട്ടിത്തുടങ്ങിയിട്ട്. ചിന്തകളിലൂടെ സഞ്ചരിച്ച് ബീച്ചിലെത്തിയത് ഞാൻ അറിഞ്ഞില്ല. ഇന്ന് തിരക്ക് വളരെ കുറവാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആയതിനാൽ എല്ലാവരും അവരുടേതായ തിരക്കുകളിലാവും. മനസ്സിനെ ശാന്തമാക്കാനും ചിന്തകളെ ഇറക്കിവിടാനും ബീച്ചിനേക്കാൾ നല്ലൊരിടം വേറെയില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. തിരക്കൊഴിഞ്ഞ തീരത്തെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചപ്പോൾ ദൂരെ ഒരു കുടുംബം കടലിൽ കളിക്കുന്ന കണ്ടു. ആ കാഴ്ച എന്നെ എൻ്റെ കുട്ടിക്കാലത്തേക്കും എൻ്റെ നാട്ടിലേക്കും എന്നെ എത്തിച്ചു. സർപ്പക്കാവും പുഴകളും ക്ഷേത്രങ്ങളും പല പല തലമുറകളെ കണ്ട ആൽമരങ്ങളും ഒക്കെയുള്ള ഒരു കുഞ്ഞു ഗ്രാമം. അതിലോ നഗരത്തിൻ്റെ പരിഷ്കാരങ്ങൾ ഒരു തരിയും കടന്നുകൂടിയിട്ടില്ലാത്ത വീടുകൾ, പച്ചപ്പാൽ നിറഞ്ഞ നാട്ടിടവഴികൾ, എപ്പോഴും ഒന്നിച്ചുണ്ടാകുന്ന കുറേ കൂട്ടുകാരും. അതായിരുന്നു എന്നെ ഞാനാക്കിയ എൻ്റെ നാട്. ഓടക്കുഴലിലൂടെ ഒഴുകിയെത്തിയ സംഗീതം എന്നെ ചിന്തകളിൽ നിന്നുണർത്തി. ഓടക്കുഴൽ വിൽപ്പനക്കാരൻ എന്നെയും കടന്നു മുന്നോട്ട് പോയി. ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, എന്തായാലും നാട്ടിൽ പോകണം. നാളെ മുതൽ 10 ദിവസം ലീവ് എടുക്കണം. ജനിച്ച മണ്ണും ശ്വസിച്ച വായുവും പിൻപിടി വിളിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ഉണ്ടായിരുന്നതിനെ എല്ലാം കൈവിട്ട് മറ്റെന്തിനെയോ തേടി അലഞ്ഞ് ഇവിടെ വന്നടിഞ്ഞിട്ട് നാളേറെയായി. ഇന്ന് ജീവിതത്തിനൊരു യാന്ത്രികത കൈവന്നിരിക്കുന്നു. മടങ്ങണം എന്ന ചിന്ത ശക്തമായി. ബാല്യത്തിനെ വർണ്ണങ്ങളാൽ സമ്പന്നമാക്കിയ സ്വന്തം നാട്ടിലേക്ക്. സൂര്യൻ പടിഞ്ഞാറ് ചക്രവാളത്തിൽ മറയാൻ തുടങ്ങി. അന്നത്തെ യാത്ര മതിയാക്കി പക്ഷികൾ കൂട് ലക്ഷ്യമാക്കി പറന്നകലുകയാണ്. എനിക്കും വീട്ടിലേക്ക് മടങ്ങണം. നഗരം അതിൻ്റെ രാത്രി തിരക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീടെത്തണം. അത് ലക്ഷ്യം വെച്ച് നടത്തത്തിന് ഞാൻ വേഗത കൂട്ടി. വീട്ടിലെത്തി എൻ്റെ പുതിയ അതിഥിയെ ഒന്ന് പരിഗണിച്ച് മുറിയിലേക്ക് പോയി. ഒരു പൂച്ചക്കുഞ്ഞ്. ഒരു മഴയത്ത് കരഞ്ഞ് നിലവിളിച്ച് എൻ്റെ വാതിൽപ്പടിയിൽ വന്നതാണവൾ. പാവം തോന്നി കൂടെ കൂട്ടി. എൻ്റെ ഏകാന്തവാസത്തിന് തൽക്കാലം ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ രണ്ടുപേരുമാണ് ഇന്ന് ഈ വീട്ടിലെ അന്തേവാസികൾ. അവൾക്ക് കുറച്ച് പാലും ഒഴിച്ചു നൽകി ഞാനും ആഹാരം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. മനസ്സിൽ മുഴുവൻ നാടിനെ പറ്റിയുള്ള ചിന്തകളായിരുന്നു. ഓർക്കാൻ സുഖമുള്ള ഓർമ്മകൾ സമ്മാനിച്ച ബാല്യകാലം ഒരു നിധി പോലെ മനസ്സിലുണ്ട്. ഓർമ്മകളെ താലോലിച്ചെപ്പോഴോ ഞാൻ മയക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് പുലർച്ചെ ഉറക്കമുണർന്നു. തലേന്ന് രാത്രി തന്നെ ഞാൻ പിറ്റേന്നത്തേക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നു. രാവിലെ എൻ്റെ പൂച്ചക്കുഞ്ഞിനെ കുറച്ച് ദിവസത്തേക്ക് സുഹൃത്തിനെ ഏൽപ്പിച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു. തീവണ്ടി സമയം തെറ്റാതെ എത്തിച്ചേർന്നു. ട്രെയിനിൽ കാഴ്ചകൾ കണ്ട് ജനാലക്കരികിലിരുന്നപ്പോൾ മനസ്സിനുള്ളിൽ മുഴുവൻ പാടവരമ്പത്തെ ഓലമേഞ്ഞ എൻ്റെ കുഞ്ഞു വീടായിരുന്നു. ഞാനും എൻ്റെ സഹോദരങ്ങളും ഇല്ലായ്മയും വല്ലായ്മകളും സന്തോഷത്തോടെ പങ്കിട്ട് ജീവിച്ച കുഞ്ഞു സ്വർഗം. ഇന്ന് ഓർക്കുമ്പോൾ അത് മതിയായിരുന്നില്ലേ? എന്തിനായിരുന്നു അതൊക്കെ വിട്ടൊരു യാത്ര? എന്തന്വേഷിച്ചായിരുന്നു എൻ്റെ പോക്ക് എന്നത് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി എനിക്ക് മുന്നിലുണ്ട്. നാട്ടിൽ പോകാറേ ഉണ്ടായിരുന്നില്ല. ഞാൻ ആകെ പെങ്ങളെ മാത്രം വല്ലപ്പോഴും വിളിക്കും. ബാക്കി ആരും എന്നെ വിളിക്കാറില്ല.
സംസാരിക്കുന്നതൊഴിച്ചാൽ പെങ്ങളുടെ കൂടെയായിരുന്നു അവർ താമസിച്ചിരുന്നത്. പ്രായാധിക്യം രണ്ടുപേരെയും ബാധിച്ചിട്ടുണ്ട്. തൽക്കാലം ചിന്തകൾക്ക് വിരാമമിട്ട് ഒന്ന് മയങ്ങാൻ തീരുമാനിച്ചു. മയങ്ങി എണീക്കുമ്പോഴേക്കും എൻ്റെ സ്റ്റേഷനെത്തും. അങ്ങനെ കുറച്ച് സമയത്തിനൊടുവിൽ എൻ്റെ നാടെത്തി. സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് പെങ്ങളുടെ വീട്ടിലേക്ക്. നമ്മുടെ പാടവരമ്പത്തെ പഴയ വീട്ടിൽ ഇന്നാരുമില്ല. അച്ഛനും അമ്മയും പെങ്ങളോടൊപ്പം പോയിട്ട് വർഷങ്ങളായി. അങ്ങനെ നടത്തയ്ക്കൊടുവിൽ വീട്ടിലെത്തി. എന്നെ കണ്ട അമ്മ പരിഭവം പറഞ്ഞത് അമ്മയുടെ കണ്ണുകളിൽ നിന്ന് പിറവിയെടുത്ത 2 നീർച്ചാലുകളിലൂടെയായിരുന്നു. എല്ലാ പേരോടും ആവോളം വിശേഷവും പരിഭവവും എല്ലാം പങ്കുവെച്ച് കഴിഞ്ഞ് എൻ്റെ ചിന്ത വേഗം ഞങ്ങളുടെ ആ പഴയ വീട്ടിലേക്ക് എത്തണം, മടങ്ങും വരെ അവിടെ തങ്ങണം എന്നതായിരുന്നു. എന്നാൽ ആരും എന്നെ പ്രോത്സാഹിപ്പിച്ചില്ല. കാലപ്പഴക്കവും അടച്ചിടലും ആയിരുന്നു അതിന് കാരണം. പക്ഷെ ഞാൻ പിന്മാറിയില്ല. സഹായത്തിന് ഒരാളെയും കൂട്ടി വീട് വൃത്തിയാക്കാൻ പിറ്റേന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയി. പഴയ നാട്ടിടവഴികളും പാടവും വരമ്പും എല്ലാം എന്നോ മൺമറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. ഇന്ന് വയലുകളെല്ലാം നികത്തി വീടുകളും വരമ്പുകളെല്ലാം ടാറിട്ട റോഡുകളുമായി പുനർജനിച്ചിരിക്കുന്നു. പച്ചപ്പെല്ലാം പഴങ്കഥയായി. ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് പോലും തോന്നിപ്പോയി. എന്നാലും വീട് ലക്ഷ്യമാക്കി ഞാൻ നടന്നു. വഴികൾ എനിക്ക് അപരിചിതമാണ്, എങ്ങും പുതുമ മാത്രം. ഒടുവിൽ ബാല്യം ചിലവഴിച്ച എൻ്റെ കൊച്ചു കൊട്ടാരത്തിൽ ഞാൻ എത്തി. പക്ഷേ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത മാറ്റങ്ങൾ ചുറ്റുപാടുകൾ എനിക്ക് സമ്മാനിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴുണ്ടായ സന്തോഷം മുഴുവനും ഇല്ലാണ്ടായി. പിന്നെ മാറ്റങ്ങൾ എല്ലായിടത്തെയും പോലെ ഇവിടെയും സംഭവിച്ചു. ഇത്രയും മാറ്റങ്ങൾക്കിടയിലും ആ പഴയ വീട് പൊളിച്ചു കളയാൻ ആർക്കും തോന്നാത്തതിൽ സമാധാനിച്ചു. എന്നാലും വീടൊന്ന് വൃത്തിയാക്കി ഒരു ദിവസം അവിടെ താമസിക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ എൻ്റെ ചിന്തകളെല്ലാം അതിവേഗം മാറി മറിഞ്ഞു. നാട്ടിലെത്താൻ ആഗ്രഹിച്ചതിന് ഇരട്ടിയായി മടങ്ങണം എന്ന് മനസ്സ് പറഞ്ഞു തുടങ്ങി. ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മനസ്സിലെങ്കിലും ആ പഴയ പാടവും പാടവരമ്പത്തെ വീടും ഒക്കെ നിലനിന്നേനെ എന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടി. പിന്നെ ആകെ ആശ്വാസം എല്ലാ പേരെയും ഒന്ന് കാണാൻ പറ്റി. പെങ്ങളോട് മടക്കയാത്രയെപ്പറ്റി അവച്ചു. തടഞ്ഞാലും ഞാൻ നിൽക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് അവൾ ഒന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരികെ പോകാനൊരുങ്ങി. അച്ഛനെയും അമ്മയെയും പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ പെങ്ങളുണ്ടല്ലോ അവർക്കൊപ്പം. എന്നും ഏകാന്തതയെ പ്രണയിച്ച എനിക്ക് ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു സംതൃപ്തി. സ്റ്റേഷനിലേക്ക് തിരിക്കുമ്പോൾ ഇനി ഇങ്ങോട്ടൊരു വരവില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ഇനിയും നഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ ഞാനില്ല. എൻ്റെ മനസ്സിൽ അച്ഛനും അമ്മയും കാവും പാടവും പാടവരമ്പത്തെ വീടുമൊക്കെ സമൃദ്ധമായി നിറഞ്ഞു നിൽക്കട്ടെ ഞാൻ ഉള്ള കാലം അത്രയും. തീവണ്ടി ചൂളം വിളിച്ച് മെല്ലെ നീങ്ങി തുടങ്ങി. നാടിനോട് യാത്ര പറഞ്ഞ് ഞാനും മടങ്ങി. തിരക്ക് പിടിച്ച ആ നഗരത്തിൽ ബാക്കി ജീവിതം മുഴുവനായി ജീവിച്ചു തീർക്കാനായി ഒരു മടക്കം.